कुंज बिहारी जय राधा माधवा। कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रजजन रंजन। यशोदानंदन व्रजजन रंजन। यमुनतीरावनचारे। यमुनतीरावनचारे। जय राधा माधवा कुंज बिहारी जय राधा माधवा। कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुनतीरावनचारी। यमुनतीरावनचारी। जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यमुनतीरावनचारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। जय प्रभु स्वादा जय प्रभु स्वादा स्वादा श्रील प्रभु स्वादा। जय गुरुदेवा जय गुरुदेवा जय गुरुदेवा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले
സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഉപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലിംഗായുധേഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളുടെയും പാദാരവിന്ദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശ്രീലപ്രഭുവാദർക്കും ദേവദാസ്വാമി ഗുരുമഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. വിശ്വരൂപ ദർശനം എന്ന 11ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അർജുനന്റെ ആവശ്യപ്രകാരം ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഭയജഗതനായിട്ടുള്ള അർജുനനെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ചതുർഭുജ രൂപവും ഉടനെ തന്നെ ഒട്ടും തന്നെ താമസമില്ലാതെ ശ്യാമസുന്ദര രൂപവും കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഈ സംഭവം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത്. ഇനി അർജുനൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ശ്ലോകം 51. അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിം ഗതഃ. അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിം ഗതഃ. അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്തഃ സചേത പ്രകൃതിം ഗതഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്തി സംവൃത്ത സചേത പ്രകൃതിം ഗതഃ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ശ്ലോകം 51. ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ദുഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദന ഇദാനീമസ്മി സംവൃത്താഃ സചേതാ പ്രകൃതിം ഗതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. അർജുന ഉവാച അർജുനൻ പറഞ്ഞു, ജനാർദന, ഹേ ജനാർദന, തവ അവിടുത്തെ സൗമ്യം അത്യന്ത സുന്ദരമായ ഇതം മാനുഷം രൂപം ഈ മാനുഷികാകാരം ദൃഷ്ട കണ്ടിട്ട് ഇദാനീം ഇപ്പോൾ അഹം ഞാൻ സചേതഃ അവബോധം പ്രകൃതിം ഗതഃ വീണ്ടെടുത്ത് സംവൃത്തഃ അസ്മി മുൻമട്ടിലായി തീർന്നിരിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദന, അവിടുത്തെ അത്യന്ത സുന്ദരമായ ഈ മാനുഷികാകാരം കണ്ടിട്ട്
ഇപ്പോൾ ഞാൻ അവബോധം വീണ്ടെടുത്ത് മുൻമട്ടിലായി തീർന്നിരിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അർജുനന്റെ ആവശ്യപ്രകാരമാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പോലും ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അർജുനന്റെ അവബോധം നഷ്ടമായി. അപ്പോ എന്തൊക്കെയാണ് അർജുനൻ വിളിച്ചു പറഞ്ഞത് തന്നെ പിന്നെ വീണ്ടും 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 അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്, എനിക്ക് വിശ്വരൂപം കണ്ടത് മതി, ഇനി എനിക്ക് അങ്ങ് മുൻമട്ടിലായി തീർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ അവബോധം തിരിച്ചെടുക്കാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ അർജുനന് ചതുർഭുജ രൂപവും പിന്നീട് ശ്യാമസുന്ദര രൂപവും കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ അതിസുന്ദരമായ ഇരു കൈകളോടും കൂടിയിട്ടുള്ള ആ മനുഷ്യരൂപം കണ്ടിട്ട് അർജുനൻ ഇവിടെ സംസാരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ മാനുഷം രൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. വാസ്തവത്തില് ഭഗവാൻ മനുഷ്യരൂപിയല്ല. കാരണം ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് അതീന്ദ്രിയ ശരീരമാണ്. പക്ഷെ എന്നാലും നമ്മളുടെ പോലെ തന്നെയുള്ള അതേ രൂപം ആണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അർജുനൻ മാനുഷം രൂപം എന്ന് പറയുന്നത്. വാസ്തവത്തില് നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷെ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്ന ആത്മീയ ശരീരമാണ്. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല. ഭൂമി രാപോ അനലോ വായു ഖം, ഇതൊന്നും തന്നെ ഭഗവാന്റെ ശരീരത്തിന് ബാധകമല്ല. അത് ബാധകമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന 125-ാമത്തെ വയസ്സില് ഭഗവാൻ ഏതുപോലെ ഇരിക്കുമായിരുന്നു? യൗവനയുക്തനായിട്ടിരിക്കാൻ സാധിക്കില്ല ഒരിക്കലും. 125 വയസ്സുള്ള ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ രൂപത്തിലിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം അല്ല. ഭഗവാന്റെ മാത്രമല്ല, ദേവന്മാരുടെ എല്ലാവരുടെയും ശരീരം അങ്ങനെ തന്നെയാണ്. അതൊന്നും തന്നെ മനുഷ്യ ശരീരമല്ല. അതുപോലെ തന്നെ ഗോപികമാര്, രാധാറാണി, അവരെല്ലാം തന്നെ ആത്മീയ ശരീരമുള്ളവരാണ്. അപ്പോ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ഭഗവാനെ വെറും 16 വയസ്സ് പോലെയാണ് തോന്നിച്ചിരുന്നത്. ബാലനായിട്ടാണ് തോന്നിച്ചിരുന്നത്, കൗമാരപ്രായത്തിലുള്ള ഒരു ബാലൻ. അപ്പോ വളരെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ പുറത്തെ ശരീരം തന്നെയാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മാനുഷ്യം രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വാസ്തവത്തിൽ കൃഷ്ണൻ മനുഷ്യ രൂപം സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മള് ആ ഭഗവാന്റെ മൗലികമായിട്ടുള്ള ആ രൂപം നമുക്ക് ഈ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടുമ്പോൾ നമുക്ക് ആ ശരീരം ലഭിക്കുക, ഭഗവാനെ പോലെയുള്ള ആ ഇരു കൈകളോടും കൂടിയ ആ രൂപം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സാധാരണ മനുഷ്യനായിട്ട് ഭഗവാനെ കരുതുന്നവർക്ക് എന്താണ് യഥാർത്ഥം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 11-ാം അധ്യായം തന്നെ, വിശ്വരൂപ ദർശനം എന്നുള്ള ഈ 11-ാം അധ്യായം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ അർജുനന്റെ ആവശ്യപ്രകാരം വിശ്വരൂപം ഉപേക്ഷിച്ചിട്ട് ചതുർഭുജ രൂപം സ്വീകരിച്ചു. ഉടനെ തന്നെ ആ സൗമ്യവപു, അതിസുന്ദരമായിട്ടുള്ള ആ മനുഷ്യ ശരീരം സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം ആർക്ക് സാധിക്കും ഇങ്ങനെ പെട്ടെന്ന് ശരീരം മാറാനായിട്ട്? നമുക്കൊക്കെ ഇങ്ങനെ മാറണം തന്നെ, നമുക്കൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ഇടണം, അല്ലെങ്കിൽ വിഗ് വെക്കണം തലയിൽ, എങ്കിലൊക്കെ സാധിക്കുള്ളൂ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ഏത് രൂപവും ഏത് സമയവും സ്വീകരിക്കാനായിട്ട് സാധിക്കും. മൃഗത്തിന്റെ രൂപം സ്വീകരിക്കാം, അല്ലെങ്കിൽ ജലജീവികളുടെ രൂപം സ്വീകരിക്കാം. ഇതിനൊന്നും അധികം ആലോചിക്കേണ്ടതില്ല. അതെല്ലാം പെട്ടെന്ന് തന്നെ. ബ്രഹ്മാവ് ഒന്ന് തുമ്മിപ്പോൾ വരാഹ രൂപത്തില് മൂക്കിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു. ആ മന്ദരപർവ്വതം ജലത്തിനതിന്റെ താഴെ പോയപ്പോൾ ഉടനെ തന്നെ കൂർമാവതാരം സ്വീകരിച്ചിട്ട് ആ മന്ദരപർവ്വതത്തിനെ താങ്ങി നിർത്തി. അപ്പോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ആ ഭഗവാന്റെ ആ അതീന്ദ്രിയമായിട്ടുള്ള ആ ശക്തിയെ കുറിച്ചിട്ടാണ്. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ഭീമാകാരമായിട്ടുള്ള രൂപം അത് കൃഷ്ണൻ തന്നെ ആണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ ആ രൂപം ആരാണ് കണ്ടത്? ഭക്തനായിട്ടുള്ള അർജുനൻ കണ്ടു, ദേവീദേവന്മാര് കണ്ടു. എന്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല?
കാരണം നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. അപ്പോ ശ്രീലപ്രഭു പറയുന്നുണ്ട്, ഗീതാഭാഷ്യങ്ങൾ എഴുതി മനുഷ്യരെ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആർക്കും തന്നെ അങ്ങനെയുള്ള ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ ശരീരം കാണാനായിട്ട് സാധിക്കില്ല. ദേവന്മാർക്ക് പോലും കാണാൻ പ്രയാസമായിട്ടുള്ള ആ രൂപം അർജുനന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അർജുനൻ ഇത് പറഞ്ഞത് കേട്ടിട്ട് ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്ലോകം 52. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ശ്രീ ഹരേ കൃഷ്ണ. ഭഗവാനുവാച സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്, ശ്രീല ഗുരുദേവ്ക്ക് ജയ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ വാച. ശ്ലോകം 52. സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസി രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാം. കൃഷ്ണ. ഹരേ ശ്ലോകം കൃഷ്ണ. ഭഗവാനുവാച സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ ആപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച വാസുദേവായ. ശ്രീ ഭഗവാനുവാച സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 52. സുദൂർദർശമിദം രൂപം ദൃഷ്ടവാനസ്യ യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച സുദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവിന്റെ പേർക്കുന്ന ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, യത് ദൃഷ്ടവാൻ അസി, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മമ എന്റെ ഇതം ഈ സുദുർദർശം രൂപം ദർശിക്കുവാൻ അത്യന്തം പ്രയാസമുള്ള രൂപം ദേവാ അപി ദേവന്മാർ പോലും നിത്യം എല്ലായ്പ്പോഴും ദർശനകാംക്ഷണ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ ദർശിക്കുവാൻ അത്യന്തം പ്രയാസമുള്ള രൂപം ദേവന്മാർ പോലും എല്ലായ്പ്പോഴും കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. വിശ്വരൂപം കാണിച്ചപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, 47-ാം ശ്ലോകത്തിൽ നമ്മൾ വായിച്ചതാണ്, ഈ വിശ്വരൂപം നവേദൈഹി നയജ്ഞൈഹി നദാനൈഹി നക്രിയഹ ന ഉഗ്രതപഹ, ഇതുകൊണ്ടൊന്നും തന്നെ വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടോ ദാനധർമാദികൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന് ക്രിയകൾ അനുഷ്ഠിച്ചത് കൊണ്ടോ, യജ്ഞങ്ങൾ അങ്ങനെയുള്ള ക്രിയകള്, പിന്നെ ഉഗ്രതപഹ ഉഗ്രമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ടോ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുന്നതല്ല എൻ്റെ ഒരു വിശ്വരൂപം എന്നുള്ളത് ഭഗവാൻ പറയേണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് സുദുദർശം രൂപം, ദർശിക്കുവാൻ അത്യന്തം പ്രയാസമുള്ള രൂപം എന്നാണ് പറയുന്നത്. ദേവന്മാർ പോലും പലപ്പോഴും ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷീരസാഗരത്തിന്റെ കരയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഒന്നിലോ ശബ്ദരൂപത്തിൽ വന്നിട്ട് അവർക്ക്
ദർശനം കൊടുക്കും. അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഭഗവാന്റെ അശരീരി ശബ്ദം മാത്രം കേൾക്കാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭഗവാൻ ചതുർഭുജ രൂപത്തിൽ വന്ന് അവർക്ക് ദർശനം കൊടുക്കാറുണ്ട്. ഭഗവാൻ മാതാദേവികയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവതരിച്ചപ്പോൾ ചതുർഭുജ രൂപമായിരുന്നു. അപ്പോ മാതാദേവിക്ക് പറഞ്ഞു, അങ്ങ് സാധാരണ ഒരു മനുഷ്യക്കുട്ടിയാകും എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് സൗമ്യ ബബുഹു ഭഗവാൻ തൻ്റെ രണ്ട് കൈകളവും കൂടിയ രൂപത്തിൽ കൊച്ചുകുട്ടിയായിട്ട് മാറുന്നത്. അപ്പോ ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം കാണണം എന്നുണ്ടെങ്കിൽ അല്പമെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അത് സാധ്യമാകുകയുള്ളൂ. ശിലാപ്രഭുപാദരുടെ പറയുന്നുണ്ട്, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാർക്ക് പോലും വളരെ പ്രയാസമാണ് ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം ദർശിക്കാൻ. എന്നിരിക്കെ സാധാരണ ജനങ്ങളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ എല്ലാ ദേവന്മാരും തന്നെ ഭഗവാൻ ദേവിയുടെ ഗർഭത്തില് അവതരിച്ച സമയത്ത് എല്ലാ ദേവന്മാരും അത്ഭുതമായിട്ടുള്ള രൂപം കാണാൻ വേണ്ടിയിട്ട് ഉപരിലോകങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഭഗവാന് ആ സമയത്ത് പുഷ്പവൃഷ്ടി ചെയ്തു, ശംഖ് വാദ്യോപകരണങ്ങൾ ഇതെല്ലാം മുഴക്കി കീർത്തനങ്ങൾ ചെയ്തു, അദ്ദേഹത്തെ സ്തുതിഗീതങ്ങൾ കൊണ്ട് പുകഴ്ത്തി, അങ്ങനെ പലതും ചെയ്യുകയുണ്ടായി. അപ്പോ അവര് പോലും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പക്ഷെ മൂഢന്മാർ എപ്പോഴും കൃഷ്ണനെ വെറും ഒരു മനുഷ്യനായിട്ട് തന്നെ കരുതി പരിഹസിക്കും. നമ്മളത് 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഔജാനന്തിമാമൂഢ മാനുഷ്യം തന്മാശ്രിതം. ഭഗവാൻ മനുഷ്യ ശരീരത്തിൽ അവതരിക്കുന്ന സമയത്ത് മൂഢന്മാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പോ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭക്തിയുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം. ബ്രഹ്മസംഹിതയിൽ പറയുന്ന പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണിനകത്ത് ആ ഭഗവാനോട്ടുള്ള പ്രേമം, ആ കൺമഷി എഴുതി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല. ഭൂമിരാപ്പോനലോ വായു, അത് നമ്മൾക്കുള്ളതാണ്. അപ്പോ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്ന ആധ്യാത്മിക ശരീരമാണ്, ആനന്ദമയമാണ്, അതിനും ഉപരിയായിട്ട് അത് ശാശ്വതവുമാണ്, അതിന് നാശമേ സംഭവിക്കുന്നില്ല. ഭൗതിക ശരീരം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയ സമയത്ത് ഭഗവാൻ തളർന്നു വീണേന്. കാരണം കിലോമീറ്റർ കണക്കിന് നീളമുണ്ടായിരുന്ന ആ ഗോവർദ്ധന പർവ്വതത്തിനെ ഭഗവാൻ തൻ്റെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. 7 ദിവസം, 7 പകലും 7 രാത്രിയും ഉയർത്തിപ്പിടിച്ചു. ഇതൊന്നും തന്നെ ഒരു സാധാരണ മനുഷ്യ ശരീരം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത്, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും, ജന്മം, കർമ്മം, ഇതെല്ലാം തന്നെ ദിവ്യങ്ങളാണ്. ജന്മകർമ്മക്ഷമേ ദിവ്യം. അത് തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. ഏവം യോ വേത്തി തത്വത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സച്ചിദാനന്ദമയമായിട്ടുള്ള ആ വിഗ്രഹമാണ് ഭഗവാന്റെ ആത്മീയ ശരീരം എന്ന് പറയുന്നത്. പലരും പക്ഷേ ഈ വസ്തുത അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല എന്ന് ശ്രീലപ്രഭുപാദരോട് എടുത്തു പറയുന്നുണ്ട്. കാരണം അതത്ര എളുപ്പമുള്ള കാര്യമല്ല അത് അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഭഗവാൻ നമ്മൾ ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ശ്രീകൃഷ്ണനാമാദി നഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേഹി സേവൻ മുഖേഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത എന്ന് പറയുന്നുണ്ട് സിന്ധുവിൽ. നമ്മള് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കണം, ഭഗവാന് സേവനം അനുഷ്ഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭഗവാനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ബ്രഹ്മജ്യോതി പോലും വരുന്ന ഭഗവാന്റെ ആത്മീയ ശരീരത്തിൽ നിന്നാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ആത്മീയ സ്ഫുലിംഗത്തിനെയാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. പലരും യോഗികൾ പോലും ആ ബ്രഹ്മജ്യോതിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെല്ലാം വിചാരിക്കുന്ന ഭഗവാന് രൂപം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം അവർ ആ ബ്രഹ്മജ്യോതി വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല,
ബ്രഹ്മജ്യോതിക്ക് അപ്പുറത്ത് ഭഗവാന്റെ ആ ആത്മീയ ശരീരം ഉണ്ട്. ശ്രീലപ്രഭുപാദർ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ് സൂര്യൻ, അതുപോലെ തന്നെ സൂര്യരശ്മി, സൂര്യഗോളം എന്നുള്ളത്. സൂര്യഗോളം എന്ന് പറയുന്നത് ഭഗവാന്റെ ആത്മീയ ശരീരം ആണ് എന്നുണ്ടെങ്കിൽ സൂര്യരശ്മി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ആത്മീയ തേജസ്സാണ്. അതാണ് വ്യത്യാസം. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ ആത്മീയ സ്ഫുലിംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല, ഓരോ ചരാചരങ്ങളിലും ഭഗവാന്റെ ആത്മീയ സ്ഫുലിംഗം ഉണ്ട്. എല്ലാ സ്ഥലത്തും വ്യാപൃതനാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ എല്ലാം തന്നെ ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭഗവാൻ അതെടുത്ത് പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭവഃ, എല്ലാത്തിൻ്റെയും ഉറവിടം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ പല വേദങ്ങളിലും പറയുന്നതാണ് നിരാകാര രൂപിയായിട്ടുള്ള ഭഗവാൻ എന്നുള്ളത്. അപ്പൊ ആ നിരാകാര രൂപി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാന്റെ ശരീരം, ഭഗവാന് ശരീരം ഇല്ല എന്നല്ല. ഭഗവാന്റെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല, മറിച്ച് ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ആത്മീയ ശരീരം ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിരന്തരമായിട്ടുള്ള ശ്രവണം കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. എവിടെ നിന്ന് നമ്മൾ ശ്രവിക്കണം? ആചാര്യന്മാരുടെ തിരുമുഖത്ത് നിന്ന് നമ്മൾ ശ്രവിക്കണം. ശ്രവണം, കീർത്തനം, സ്മരണം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഭക്തിയുത സേവനത്തില്. അപ്പോ ദേവന്മാർക്ക് പോലും ഇത് കാണുവാൻ പ്രയാസമാണ് എന്നിരിക്കെ ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം ദർശിക്കുക എന്നുള്ളത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയാസമാണ്. പക്ഷേ എന്നിരുന്നാലും ഭഗവാന്റെ കരുണ കൊണ്ട് ആ അർച്ചവിഗ്രഹത്തിന്റെ രൂപത്തില് നമ്മുടെ മുന്നില് സന്നിഹിതനാണ്. നമുക്ക് ആ അർച്ചവിഗ്രഹത്തിന് സേവ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കും എന്നുള്ളതാണ് ശ്രീലപ്രഭുപാദർ പറയുന്നത്. അപ്പോ സേവനം, ഭക്തിയുത സേവനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ് ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ. ശ്ലോകം 53. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിദോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിദോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിദോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. ശ്ലോകം 53. ശ്രീലപ്രഭുപാദർക്ക് നാഹം വേദേന തപസ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിദോ ദൃഷ്ടം ദൃഷ്ടവാനസി മാം യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്ജയാ ശക്യ ഏവം വിദോ ദൃഷ്ട്യാ ദൃഷ്ടവാനസി മാം യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദർ വിവർത്തനം യഥാ അതീന്ദ്ര ദൃഷ്ടിയാൽ ദർശവാൻ അസി, നീ കാണുന്ന, ഏവം വിധ ഈ രൂപം, ന വേദൈഹി വേദാധ്യയനം കൊണ്ടോ, ന തപസ തപശ്ചര്യ കൊണ്ടോ, ന ദാനേന ദാനം കൊണ്ടോ, ന ച ഇജ്ജയ യജ്ഞാദികളാലോ, ദൃഷ്ടും ദർശിക്കുവാൻ, ന ശക്യ സാധ്യമല്ല. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ, തപശ്ചര്യ കൊണ്ടോ, ദാനം കൊണ്ടോ, യജ്ഞാദികളാലോ ദർശിക്കുവാൻ സാധ്യമല്ല. ഇതേ കാര്യം തന്നെയാണ് വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോഴും ഭഗവാൻ അർജുനോട് പറഞ്ഞത്. വേദപഠനം കൊണ്ടോ അല്ലെങ്കിൽ തപശ്ചര്യ കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞാദികൾ കൊണ്ടോ എൻ്റെ വിശ്വരൂപം ദർശിക്കുവാൻ സാധ്യമല്ല.
പക്ഷെ എന്തുകൊണ്ട് നിനക്ക് കാണാൻ സാധിച്ചു? ഭക്തോസി മേ സഖാചേതി, നീ എന്റെ ഭക്തനും സുഹൃത്തും ആയതുകൊണ്ടാണ് ഞാൻ നിനക്കത് കാണിച്ചു തന്നത് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം ദർശിക്കണം എന്നുണ്ടെങ്കിലും വേദാധ്യയനം കൊണ്ടോ അല്ലെങ്കിൽ തപശ്ചര്യ കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ സാധ്യമല്ല എന്താ പറയുന്നത്. അപ്പോ ശ്രീ പ്രഭുപാദർ പറയുന്നുണ്ട്, അഹൈതുകീയ പ്രതീകത എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മള് യാതൊരു നമ്മളുടെ ഡിമാൻഡുകളൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഭഗവാനെ സമീപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള രൂപം കാണാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ഭഗവാൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഭക്തിയാ മാം അഭിജാനാതി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്തിയുടെ ആവരണം അണിഞ്ഞിട്ട് വരണം. വ്യാസദേവന് പോലും, വ്യാസദേവൻ തുടക്കത്തില് 108 ഉപനിഷത്തുക്കള്, 18 പുരാണങ്ങള്, മഹാഭാരതം, വേദങ്ങള്, വേദാന്ത സൂത്രങ്ങള് ഇതെല്ലാം രചിച്ചിട്ട് പോലും വ്യാസദേവന് പോലും ഒരു അസംതൃപ്തി. എന്തുകൊണ്ടാണ് ആ അസംതൃപ്തിയുടെ കാരണം എന്ന് വ്യാസദേവന് പോലും മനസ്സിലായില്ല. അദ്ദേഹം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആത്മീയ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി വ്യാസദേവന്റെ മുമ്പിൽ വരുന്നത്. ഇപ്പോ നാരദ മഹർഷിയോട് വ്യാസദേവൻ തന്റെ വിഷമത്തിന്റെ കാരണം ചോദിക്കുകയാണ് ചെയ്യുന്നത്. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഇതെല്ലാം എഴുതി എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നിരുന്നാലും ഇതിലെല്ലാം തന്നെ ആ ഭക്തിയുടെ രസം വളരെ കുറവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഭക്തി പുരസരം, ആ ഭഗവാന്റെ ലീലകൾ, ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം തന്നെ അങ്ങ് പ്രത്യേകം എഴുതിയാൽ മാത്രമേ അങ്ങക്ക് അങ്ങയുടെ ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അതിനുള്ള ആ കഴിവ് നാരദ മഹർഷി തന്നെ വ്യാസദേവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം രചിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ സംതൃപ്തി ലഭിച്ചത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇതിലെ ഏറ്റവും പ്രധാനം ഭക്തിയാണ്. നമ്മള് അനുഷ്ഠാനങ്ങൾ, ഏതൊരു അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും നമ്മള് ഭക്തിയോടുകൂടി ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. തപസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല. കാരണം പണ്ട് കാലത്തൊക്കെ തപസ്സിന് ആൾക്കാര് വനത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ വനത്തിൽ പോയാലും രക്ഷയില്ല. കാരണം വനത്തിലും ഇപ്പോ പല ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെയും സ്കൈ ക്രാക്കർ ബിൽഡിങ്ങുകൾ, ഇരുനില കെട്ടിടങ്ങൾ അവിടെയൊക്കെ പണിയുന്നുണ്ട്. അപ്പോ അത് മാത്രമല്ല, ശാസ്ത്രവിധി പ്രകാരമായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാനും സാധ്യമല്ല. ദാനേന, ദാനം കൊടുത്തുകൊണ്ടോ അതുകൊണ്ടും പ്രയോജനമില്ല. കർണൻ വലിയ ദാനശീലനായിരുന്നു, അല്ലെ? ഉചിതമായിട്ടുള്ള സ്ഥലം, ഉചിതമായിട്ടുള്ള സമയം, അർഹതപ്പെട്ടവർ, ബ്രാഹ്മണർ, വൈഷ്ണവർ, ഇതൊന്നും നോക്കിയിട്ടല്ല കർണൻ ചെയ്തിരുന്നത്. ആര് എന്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കർണൻ എടുത്ത് കൊടുക്കും. അപ്പോ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് പറയുന്നത് ഇജ്ജയ യജ്ഞാനുഷ്ഠാനം കലിയുഗത്തിലേക്ക് അതും ഉചിതമല്ല. എന്തുകൊണ്ടാണ്? നല്ല ദ്രവ്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല, എല്ലാത്തിലും മായമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഭഗവാനെ നമ്മൾ യജ്ഞം നടത്തിക്കൊണ്ടും പ്രയോജനമില്ല. അപ്പോൾ പിന്നെ ഭഗവാനെ ദർശിക്കാനായിട്ട് എങ്ങനെ സാധ്യമാകും? അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 54. ഭക്ത്യാത്മനന്യയാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഭക്ത്യാത്മനന്യയാ ശക്യ അഹം ഏവം വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഭക്ത്യാത്മനന്യയാ ശക്യ അഹമേവ വിദോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഹരേ കൃഷ്ണ പ്രഭു. ശൈല പ്രഭുപാദർക്ക് ശ്ലോകം 54. ഭക്ത്യാ ത്വന്യന്യാ ശക്യ അഹമേവം വിദോ അർജുന ജ്ഞാതും ദൃഷ്ടം ച തത്വേന പ്രവേഷ്ടം ച പരം തപ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹം ഏവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന
പ്രവേഷ്ടും ച പരം തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാതുനന്യായ ശക്യ അഹമേവം വിദോ അർജുന ജ്ഞാതും ദൃഷ്ട്വാ ച തത്വേന പ്രാവേഷ്ടും ച പരം തപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥവും. അർജുന, പ്രിയപ്പെട്ട അർജുന, പരംതപ, ഹേ മഹാബാഹോ, തു എന്നാൽ അനന്യയ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ ഏവം വിധം എന്നെ ഇപ്പോൾ കാണുന്ന രീതിയിൽ തത്വേന താത്വികമായി ജ്ഞാതും അറിയപ്പെടാനും ദൃഷ്ടും ച നേരിൽ കാണാനും പ്രവേഷ്ടും ച എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാനും ശക്യ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട അർജുന, ഹേ മഹാബാഹോ, എന്നാൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന രീതിയിൽ താത്വികമായി അറിയപ്പെടാനും നേരിൽ കാണാനും എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ഗ്രഹണമൊക്കെ വരുമ്പോ, ഇപ്പൊ ഇന്നലെ ചന്ദ്രഗ്രഹണമായിരുന്നു. ഇപ്പൊ ഗ്രഹണമൊക്കെ വരുമ്പോൾ, ഇപ്പോ ഒരു 11 മണിക്കാണ് ഗ്രഹണം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഗ്രഹണം എന്നുണ്ടെങ്കിലും ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ആ ഗ്രഹണം ആരംഭിക്കും. അതുപോലെ പിന്നെ ഗ്രഹണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ കൂടെ നിൽക്കും ഗ്രഹണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ അടുത്ത നമ്മുടെ ഈ 12ാം അധ്യായം എന്ന് പറയുന്നത് ഭക്തിയോഗത്തിന്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ അതിന് മുന്നോടിയായിട്ടാണ് ഭഗവാൻ ഈ അവസാനത്തെ 11ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 ശ്ലോകങ്ങളില് ഭക്തിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് എടുത്തു പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അനന്യയ ഭക്തിയ, ഏകാഗ്രമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ കൃഷ്ണനെ അറിയാൻ കഴിയുള്ളൂ. അല്ലാതെ ഊഹാപോഹ പ്രക്രിയ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള വസ്തുത ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് കൃഷ്ണൻ? അദ്ദേഹം എങ്ങനെ ഈ ചതുർഭുജ രൂപം കൈക്കൊണ്ടു? പിന്നീട് എങ്ങനെ ആ ദ്വിഭുജനായിട്ടുള്ള ശ്യാമസുന്ദര രൂപം കൈക്കൊണ്ടു? ഈ വസ്തുതകൾ ഒന്നും തന്നെ വേദാന്ത ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ വേദപഠനം കൊണ്ട്, അല്ലെങ്കിൽ ദാനധർമാദികൾ കൊണ്ടോ, അല്ലെങ്കിൽ യജ്ഞാദികൾ കൊണ്ടോ ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. കാരണം ഈ പ്രക്രിയകൾക്കെല്ലാം തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട്. തപസ്യാചരിക്കണം, വിശേഷ ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കണം, പ്രത്യേകിച്ച് ജന്മാഷ്ടമി, ഏകാദശി ദിവസങ്ങളിലെല്ലാം ഉപവാസം അനുഷ്ഠിക്കണം. പിന്നെ ആചാര്യന്മാരുടെ അവതാര ദിവസങ്ങളിലെല്ലാം നമ്മൾ ഉച്ചവരെ ഉപവാസം അനുഷ്ഠിക്കണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോ അത് മാത്രമല്ല, ദാനം എന്ന് പറയുന്നത് ശ്രീലപ്രഭുപാദർ പറയുന്നുണ്ട്, ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന ഭക്തർക്ക് നമ്മൾ ഉചിതമായിട്ടുള്ള ദാനം നൽകണം. അല്ലാതെ നമ്മൾ പാത്രം അറിയാതെ നമ്മൾ ദാനം കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും അത്യന്തം പ്രയത്നം ചെയ്തിട്ട് നേടേണ്ടുന്ന ഈ കൃഷ്ണഭക്തി നമുക്ക് ഒരാളെ വളരെ ഉദാരമായിട്ട് വിതരണം ചെയ്തു. ആരാണത്? ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമോ മഹാവദന്യായ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതൊന്നും യാതൊരു കണ്ടീഷൻസും നോക്കിയിട്ടല്ല അദ്ദേഹം ഈ കൃഷ്ണനാമം വിതരണം ചെയ്തത്. ആദിലീലയില് 7ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകത്തില് പറയുന്നുണ്ട്, പാത്ര വിചാര നാഹി അസ്ഥാന ഹേയാഹ പായ താരക്കരെ പ്രേമദാന. അത് ആർക്കും അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലേ, ഇതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല. അതുപോലെ തന്നെ അത് സമയത്താണോ, സ്ഥാനത്താണോ, അസ്ഥാനത്താണോ, ഇതൊന്നും തന്നെ നോക്കിയിട്ടില്ല. ആരൊക്കെ കണ്ടാലും അവർക്കെല്ലാം തന്നെ കൃഷ്ണനാമം അങ്ങനെ വാരിക്കോരി വിതരണം ചെയ്തു ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോ ശ്രീലപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭക്തിയുടെ ആരംഭഘട്ടത്തില് ഈ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ആരാധന, ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം തുടക്കക്കാർക്ക് ഒട്ടും തന്നെ ഈ നാമജപത്തിനോട് അങ്ങനെ ആദ്യമായിട്ട് ടേസ്റ്റ് വരില്ല. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ
ക്ഷേത്ര ദർശനം, ആരാധന, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലോകമെമ്പാടും ഈ ക്ഷേത്രങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ആത്മീയ പുരോഗതി നേടുമ്പോൾ നമുക്ക് ആ ഭഗവാന്റെ തിരുനാമത്തിനോട് നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ തിരുനാമം നമ്മൾ യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ജപിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ദർശനം സാധ്യമാകും എന്നുള്ളതാണ് പറയുന്നത്. ശ്വേതാശ്വതോപനിഷത്തിൽ പറയുന്നുണ്ട്, യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരോ തസ്യേതേ കഥതാ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മനഃ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഗുരുവിലും അതുപോലെ തന്നെ കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഈ ഭക്തിമാർഗത്തിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അചിരേണ നമുക്ക് ആ ബ്രഹ്മദിവ്യോത്തമ പുരുഷന്റെ ദർശനം സാധ്യമാകും എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ഭഗവാൻ തന്നെ സ്വയം ഉദ്ധവരോട് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തില്. ഭക്ത്യാഹം ഏകയാഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയസ്വദാം ഭക്തി പുനാദിമത്നിഷ്ഠ സ്വപാകാൻ അഭിസംഭവാത്. ഭക്തി അഹം ഏകയാഗ്രാഹ്യ, നിങ്ങൾക്ക് എന്നോടുള്ള ആ ഭക്തി ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധയാത്മാ, വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങള് ആചാര്യന്മാരെ സേവിക്കണം. അതുപോലെ തന്നെ നിഷ്ഠ, അതിലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നിങ്ങള് ഭക്തിമാർഗം ജീവിത ലക്ഷ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തോട് നമ്മൾ ആ ഭക്തിമാർഗം അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ എന്നോടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ എന്നെ ദർശിക്കുവാനും സാധ്യമാകും. അവസാനത്തെ ലൈൻ ശ്രദ്ധിക്കണം, സ്വപാകാൻ അഭിസംഭവാ. ഈ നായ്മാംസം ഭക്ഷിക്കുന്നവർക്ക് പോലും അത് സാധ്യമാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അത്രയും പ്രധാനമാണ്. ചണ്ഡാലകുലത്തില് ജനിച്ചവർക്ക് പോലും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതുകൊണ്ട്, ആ ഭക്തിമാർഗത്തിൽ വന്നതുകൊണ്ട് അവരുടെ അന്ധകരണം ശുദ്ധീകരിച്ചിട്ട് ഭക്തിമാർഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ചാണക്യ പണ്ഡിതൻ പറയുന്നുണ്ട്, ചണ്ഡാലോപി ദ്വിജശ്രേഷ്ഠ ഹരിഭക്തി പരായണ ഹരിഭക്തി വിഹീനശ്ച ദ്വിജോപി ശുപചാത് മഹാ എന്ന് പറയുന്നുണ്ട്. ചണ്ഡാലോപി ധൃജശ്രേഷ്ഠ, നായ്മാംസം ഭക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ ഹരിഭക്തി പരായണ, ആ ഭഗവാനോടുള്ള ഭക്തിയിൽ മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് ദ്വിജശ്രേഷ്ഠ, അയാള് വൈഷ്ണവരിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരാളായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അതേസമയം മറിച്ച് ഹരിഭക്തി വിഹീനശ്ച, ഒരു ഭഗവാനോട്ടുള്ള ഭക്തി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ ദ്വിജഹ അഭി, ആളൊരു ബ്രാഹ്മണനാണെങ്കിൽ പോലും സ്വപചാത് അധമഹ, ഈ ചണ്ഡാകുലത്തിൽ ജനിച്ച ഒരാളെക്കാളും അധമനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ആ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ബ്രഹ്മദേവൻ 3-ാമത്തെ സ്കന്ധത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്, ഭക്ത്യാ ഗൃഹീത ചരണ പരയാച്ച തേഷാം ന അപൈഷ്യസി നാഥ ഹൃദയാംബുരുഹാത് സ്വപുംസാം. അങ്ങയുടെ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ച ഭക്തര് അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകുന്നില്ല. അങ്ങും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നില്ല എന്ന് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ വ്യക്തിരൂപങ്ങൾ, അത് ദ്വിഭുജങ്ങളായാലും ശരി ചതുർഭുജങ്ങളായാലും ശരി, അത് അർജുനന് ആദ്യം കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം വിശ്വരൂപം എന്ന് പറയുന്നത് ക്ഷണികമാണ്, മറ്റു രൂപങ്ങളെല്ലാം തന്നെ ശാശ്വതമായിട്ടുള്ള രൂപങ്ങളാണ്, അതീന്ദ്രിയമായിട്ടുള്ള രൂപങ്ങളാണ്. വിശ്വരൂപം ആരും തന്നെ മുമ്പ് കണ്ടിട്ടില്ല, ആരും തന്നെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അർജുനൻ മാത്രമേ അത് ആവശ്യപ്പെട്ടിട്ടു. ഭഗവാൻ അത് അർജുനന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ എന്തുകൊണ്ടാണ് അർജുനൻ അത് ആവശ്യപ്പെടാൻ കാരണം? ഭാവിയിൽ ആരെങ്കിലും ഞാൻ സ്വയം ഭഗവാനാണ് എന്ന് അവര് അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് അത് ന്യായീകരിക്കട്ടെ. ആർക്കും തന്നെ സാധിക്കില്ല. അങ്ങനെ ഭഗവാൻ കാണിച്ചു കൊടുത്തുള്ള വിശ്വരൂപം കാണിച്ചു കൊടുക്കാനായിട്ട് ഒരാൾക്കും തന്നെ സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ
ആ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടത്. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ കൃഷ്ണൻ. നമ്മൾ നേരത്തെ പഠിച്ചു, മഹാവിഷ്ണുവിന്റെയും ഗർഭോദക്ഷായ വിഷ്ണുവിന്റെയും ക്ഷീരോദക്ഷായ വിഷ്ണുവിന്റെയും എല്ലാം തന്നെ ഉറവിടമാണ് ഭഗവാൻ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ആ രോമകൂപത്തിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിശ്വസിത കാലം അഥാവലംബ്യ ജീവന്തി രോമവിലജ ജഗദണ്ഡനാഥാഹ എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ ഭഗവാൻ പ്രവേശിക്കുന്നുമുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ ആ ഭഗവാനാണ് എല്ലാ കാരണങ്ങൾക്കും കാരണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് സർവകാരണ കാരണം. അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ എല്ലാത്തിൻ്റെയും ആദിയായിട്ടുള്ള അദ്ദേഹം അനാദിയാണ്. എല്ലാ അവതാരങ്ങളുടെയും കാരണവും ഭഗവാൻ തന്നെയാണ്. എല്ലാ ദേവന്മാരും ഭഗവാന്റെ ആ ആത്മീയ ശരീരത്തിന്റെ ഒരു അംശം മാത്രമാണ്. ഈ എത്രയധികം അവതാരങ്ങളെ പറ്റിയിട്ട് ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? ഏതേച്ഛാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നുണ്ട്. ഈ അവതാരങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ചെറിയൊരു അംശം മാത്രമാണ്. സ്വയം ഭഗവാൻ കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ അവതാരമല്ല, കൃഷ്ണൻ അവതാരിയാണ്. എല്ലാ അവതാരങ്ങളുടെയും ഉണ്ടാകുന്ന കൃഷ്ണനിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഭഗവാനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് കൃഷ്ണൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മത്തഹ പരതരം നാന്യത് കിഞ്ചിതസ്യ ധനഞ്ജയ എന്ന് പറയുന്നുണ്ട്. എന്നേക്കാൾ ഉപരിയായിട്ട് ഒന്നും തന്നെയില്ല, എല്ലാം തന്നെ ഞാനുമായിട്ടൊരു നൂലില് മുത്തുകൾ കോർത്തിരിക്കുന്ന പോലെ കോർത്തിണക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര ശ്ലോകങ്ങൾ ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ ശക്തിയെ കാണിക്കാനായിട്ട് എല്ലാവരും, ഭഗവാൻ മാത്രമല്ല മറ്റുള്ള ഭക്തന്മാരും ദേവന്മാരും എല്ലാവരും തന്നെ എടുത്തെടുത്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ആ ഭഗവാനോട്ടുള്ള ആ ഭക്തി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത കിട്ടതിന് ശേഷം അർജുനനും ഇത് പറയുകയുണ്ടായി. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ എന്ന് പറയുകയുണ്ടായി. അപ്പോ അനേകായിരം തലകളും കൈകളും ഉള്ള ആ മഹത്തായിട്ടുള്ള വിശ്വരൂപം ഭഗവാനില് പ്രേമഭക്തി ഇല്ലാത്തവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രം വെളിപ്പെടുത്തിയതാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ രൂപം ഒട്ടും തന്നെ ആകർഷകമല്ല. അവർക്ക് കൃഷ്ണന്റെ ആ ദ്വിഭുജ രൂപമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളതാണ് ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിന്റെ അവസാനത്തില് പറയുന്നത്. അടുത്തൊരു ശ്ലോകം എടുത്താൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ ശ്ലോകം 11-ാം അധ്യായത്തിന്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നീട് 12-ാം അധ്യായത്തിൽ നമുക്ക് കടക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय. श्रील प्रभुपाद की जय. ഗുരു മഹാരാജ് की जय. നിതായ് ഗൗർ പ്രേമാനന്ദേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ, അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? ചോദിക്കാം. ഇന്ദ്രിയാരി വ്യാകുലം ലോകേ